നമ്മളിന്ന് കാക്കനാട് ഇൻഫോ പാർക്കിനോട് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ്. എറണാകുളം ആലുവ കോലഞ്ചേരി ബസ് റൂട്ടിനോട് വളരെ അടുത്തായിട്ടുള്ളൊരു വില്ല പ്രോജക്റ്റിനകത്ത് ഫസ്റ്റ് വീടാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. 4 സെൻറ്റ് 100 ലിങ്സ് ലാൻഡിൽ 1760 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റി ആണ്. ഇവിടെ നിന്ന് ആലുവയ്ക്ക് മാത്രമല്ല തൃപ്പൂണിത്തുറയ്ക്കും എറണാകുളത്തേക്കും മൂവാറ്റുപുഴയ്ക്കും ഈസി ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുന്ന നല്ലൊരു ലൊക്കേഷനും കൂടിയാണ്. ഇനി നമുക്ക് വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. നാല് മീറ്റർ വൈഡ് റോഡ് ടൈല് വിരിച്ചിരിക്കുകയാണ്. ഇനി മതിലിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ CNC കട്ടിങ്ങിൻ്റെ ഒരു ഡിസൈൻ വരുന്നുണ്ട്. പിന്നെ സ്ക്വയർ ട്യൂബിലും ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈൻ തന്നെ നമ്മുടെ ഗേറ്റിലേക്കും വരാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോമ്പൗണ്ടിനകത്തേക്ക് വരാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ കോമ്പൗണ്ടിനകത്താണ്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്. നോർത്ത് ഈസ്റ്റ് കോർണറിലാണ് ഇതിന് കിണർ വന്നുള്ളത്. നല്ല വെള്ളം കിട്ടുന്ന ഏരിയയും കൂടിയാണ്. നല്ല ക്ലിയർ ആയിട്ടുള്ള വാട്ടർ. അതുമാത്രമല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയും കൂടിയാണ്. ഇനി പോർച്ചിലേക്ക് വരാം. കടപ്പ കല്ലാണ് ഭാഗമായിട്ടുള്ളത്. ഇനി ആർട്ടിഫിഷ്യൽ ഗ്രാസ് കൊടുക്കാനുണ്ട്. കുറച്ച് വർക്കും കൂടി പെൻഡിങ് ഉണ്ട്. ഇവിടെയായിട്ട് പവർ പോയിന്റ് വരുന്നുണ്ട്. ഈ സൈഡിലായിട്ട് ടാപ്പ് പോയിന്റ് വരുന്നുണ്ട്. ചുറ്റും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരാം. ഇവിടെ ഒരു വലിയ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത്തെ വാഹനം ഇവിടെയും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ 2 വലിയ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇത് പടിഞ്ഞാറ് വശമാണ്. ഇവിടെയും നടക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു സിറ്റ് ഔട്ട് കിട്ടിയിട്ടുണ്ട്. 3 ചെയർ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. നാനോ ടൈലിലാണ് ചെയ്തിട്ടുള്ളത്. വീടിൻ്റെ ദർശനം വരുന്നത് നോർത്തിലേക്കാണ്, അതായത് വടക്കോട്ടാണ് വീട് ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഡോർ ആണെന്നുണ്ടെങ്കിലും നല്ല ടീക്കൂട്ടിലാണ് ചെയ്തിട്ടുള്ളത്. സിംഗിൾ ഡോറാണ് വന്നുള്ളത്. നല്ലൊരു ഡിസൈൻ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ലൊരു ലോക്കും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഡോറ് ഫുള്ള് പാനൽ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിനകത്തേക്ക് വരാം. നമ്മളിപ്പോൾ ഇതിൻ്റെ ലിവിങ് സ്പേസിലാണ് വന്നുള്ളത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഒരു നല്ല കോർണർ സെറ്റ് ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ടിലായിട്ട് ഭംഗിയായിട്ടാണ് യൂണിറ്റ് ഒരുക്കിയിട്ടുള്ളത്. അതിന് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകൾ വരുന്നുണ്ട്. ഇതിന് മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും അതുപോലെ പ്രൊഫൈൽ ലൈറ്റൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് ഇൻറ്റീരിയർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇരുവശങ്ങളിലായിട്ട് വിൻഡോസും കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ സൂര്യപ്രകാശം കറക്റ്റായിട്ട് കടന്നു വരുന്ന രീതിയിൽ തന്നെയാണ് എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ലിവിങ് സ്പേസ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡൈനിങ്ങിലേക്ക് വരാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലാണ്. നല്ലൊരു ഡൈനിങ് ടേബിൾ ഇടാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇപ്പം വരുന്നത് ഈസ്റ്റ് സൈഡാണ്. അവിടെ ഒരു വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മേലെയും പെർഗോളാസ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സ്റ്റെയറും ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അതിൽ ടെക്സ്റ്റ് വർക്ക് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനടി പൂർണ്ണമായിട്ടും കവർ ചെയ്തിട്ടുണ്ട്. ഇൻവെർട്ടർ വെക്കാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെയറിനോട് ചേർന്ന് തന്നെയാണ് വാഷ് ഏരിയ കൊടുത്തിട്ടുള്ളത്. നല്ലൊരു കൗണ്ടർ കൊടുത്തിട്ടുണ്ട്. ആ ഡിസൈനിൻ്റെ പാറ്റേൺ തന്നെ ഫോളോ അപ്പ് ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. വാഷ് ബേസും വരുന്നത് സെറയാണ്. പില്ലർ കോക്കും സെറ തന്നെ കൊടുത്തിട്ടുണ്ട്. വശങ്ങളിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി ഒരു മിററും ഒരു ടവൽ ഡ്രയറും മാത്രമേ ആവശ്യമുള്ളൂ. LED ലൈറ്റിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഇതിൻ്റെ കിച്ചണിലേക്ക് വരാം. കിച്ചൻ്റെ സ്ഥാനം വരുന്നത് സൗത്ത് ഈസ്റ്റ് കോർണറിലാണ്. ഈസ്റ്റിലേക്ക് നമുക്ക് പാചകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഓൾറെഡി ഇലക്ട്രിക് ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഒരേ ഷേപ്പിലാണ് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുള്ളത്. ഹൈറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ളൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. മാത്രമല്ല 2 ടാപ്പ് വരുന്നുണ്ട്. അതും ചെറുയുടെ തന്നെയാണ്. പിന്നെ മേലെ ധാരാളം സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാം നല്ല ക്വാളിറ്റിയുള്ള കബോർഡുകളാണ്. ഓരോ കോർണറിലും LED ലൈറ്റുകൾ കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ടാൻഡം ബോക്സ് അടിച്ച് തന്നെയാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യാം. എല്ലാം ഓട്ടോ ക്ലോസ് ആണ്. അപ്പോൾ നല്ല ധാരാളം സ്റ്റോറേജ് സ്പേസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ വർക്ക് ഏരിയയിലേക്ക് വരാം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വർക്ക് ഏരിയയും കൂടി ഉണ്ട്. നമുക്ക് നേരെ വർക്ക് ഏരിയയിലേക്ക് വരാം. ഇപ്പോൾ നമ്മൾ വന്ന് നിൽക്കുന്നത് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ കിട്ടിയിട്ടുണ്ട്. ഇവിടെയായിട്ടൊരു സ്ലാബ് കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റിൻ്റെ സ്ലാബ് കൊടുത്തിട്ടുണ്ട്. അതിൽ നല്ലൊരു സിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ടാപ്പ് വരുന്നുണ്ട്. ഫുള്ള് പോളികാർബൺ ഷീറ്റ് ഇട്ട് കവർ ചെയ്തിരിക്കുകയാണ്. ഷീറ്റ് ഇട്ട് കവർ ചെയ്തിട്ടുണ്ട്. 2 സൈഡും ഡോർ ലോക്ക് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വയ്ക്കാനായിട്ടുള്ള പവർ പോയിന്റ്, വാട്ടർ പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു യൂട്ടിലിറ്റി ഏരിയ ഇട്ടിട്ടുണ്ട്. അത് മാത്രമല്ല ബാക്കിലും സ്പേസ് ഉണ്ട്. അപ്പോൾ ഈ വശത്തേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെയും സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ടാപ്പ് പോയിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ചുറ്റും നമുക്ക് പെരുമാറാനുള്ള സ്ഥലം നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂമിലേക്ക് തന്നെ വരാം. നമ്മളിതിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലേക്കാണ് വരുന്നത്.
സൗത്ത് വെസ്റ്റ് കോർണറിൽ തന്നെയാണ് ഇതിൻ്റെ മാസ്റ്റർ ബെഡ്റൂം വന്നുള്ളത്. ഇത് വെസ്റ്റ് സൈഡ്, ഇത് സൗത്ത് സൈഡ്. ഓരോ പാളി വീതം ജനലാണ് സൗത്ത് സൈഡിൽ വന്നുള്ളത്. ഇവിടെ 2 പാളി ജനലും വന്നിട്ടുണ്ട്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളവും 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇൻറ്റീരിയർ ചെയ്തിട്ടുണ്ട്. LED ലൈറ്റ് വരുന്നുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. കബോർഡുകളെല്ലാം നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്, ലോക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് ഡ്രസ്സിംഗ് ടേബിൾ കൊടുത്തിട്ടുണ്ട്, മിററും വരുന്നുണ്ട്. ഇനി നമുക്ക് ബാത്റൂം ഒന്ന് നോക്കാം. വാഷ് ബേസിൻ വന്നിട്ടുണ്ട്, മിറർ വന്നിട്ടുണ്ട്, ലൈറ്റ് വരാനുണ്ട്. ഡയവേറ്ററാണ് കൊടുത്തിട്ടുള്ളത്. സെറയുടെ ഡയവേറ്റർ വന്നിട്ടുണ്ട്, റെയിൻ ഷവർ വന്നിട്ടുണ്ട്, ഹീറ്ററിൻ്റെ പോയിന്റ് കൊടുത്തിട്ടുണ്ട്, ടവൽ റാഡ് വരുന്നുണ്ട്. പിന്നെ സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്, അതും സെറയുടെ തന്നെയാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം നമുക്കിവിടെ കിട്ടി. നല്ലൊരു ഫൈബർ ഡോറ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അപ്പർ ലിവിങ് സ്പേസിലേക്ക് പോകാം. സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റിൽ തന്നെയാണ്. റൈറ്റ് സൈഡിൽ ഹാൻഡിൽ വന്നിട്ടുണ്ട്, സ്റ്റീലിൻ്റെ ഹാൻഡിലാണ് വന്നത്. ഈസി ആയിട്ട് കയറാവുന്ന രീതിയിൽ സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. ട്വിസ്റ്റോ കാര്യങ്ങളൊന്നുമില്ല. ഇത് നോർത്ത് സൈഡാണ്. നോർത്ത് സൈഡിൽ ഒരു CNC കട്ടിങ് വരുന്നുണ്ട്. പിന്നെ ഇത് ഈസ്റ്റ് സൈഡാണ്. അവിടെ പെർഗോളാസും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് ഇന്ത്യൻ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. LED ലൈറ്റുകളും വരുന്നുണ്ട്. ഒരു L ഷേപ്പിലാണ് ഇവിടെ അപ്പർ ലിവിങ് സ്പേസ് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിൻ്റെ നമുക്ക് ബെഡ്റൂമിലേക്ക് പോകാം. നേരെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് വരാം. മാസ്റ്റർ ബെഡ്റൂം വന്നിരിക്കുന്നത് സൗത്ത് വെസ്റ്റ് കോർണറിലാണ്. ഇതിൻ്റെ നീളം വരുന്നത് 12.5 അടി നീളം, 12 അടി വീതിയും വന്നിട്ടുണ്ട്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്, പ്രൊഫൈൽ ലൈറ്റ് വരുന്നുണ്ട്. കബോർഡ് ആണെന്നുണ്ടെങ്കിലും നല്ല ക്വാളിറ്റി ഉള്ള കബോർഡ് കൊടുത്തിട്ടുണ്ട്. സെയിം പാറ്റേൺ തന്നെയാണ്. ഡ്രസ്സിംഗ് ടേബിൾ, മിററൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഭംഗിയുള്ളൊരു വാർഡ്രോബ്സ് നമുക്കിവിടെ കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് നോക്കാം. നല്ലൊരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്, മിറർ വരുന്നുണ്ട്, ലൈറ്റ് ഇനി വരാനുണ്ട്. 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, സിംഗിൾ പീസ് ക്ലോസറ്റ് ആണ് വന്നുള്ളത്. സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ബാത്റൂം കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് പോവുകയാണ്. മേലെ ഇതിന് 2 ബെഡ്റൂമുകളാണുള്ളത്. നോർത്ത് വെസ്റ്റ് കോർണറിലുള്ള ബെഡ്റൂമാണിത്. ഇത് വെസ്റ്റ് സൈഡ് 2 പാളി ജനൽ, അത് നോർത്ത് സൈഡ് 3 പാളി ജനൽ വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 13 അടിയോളം നീളം വന്നിട്ടുണ്ട്, 12 അടിയോളം വീതിയുമുണ്ട്. മേലെ ഭംഗിയായിട്ട് സീലിംഗ് വർക്ക് കൊടുത്തിട്ടുണ്ട്, LED ലൈറ്റുകൾ വരുന്നുണ്ട്. കബോർഡിൻ്റെ പാറ്റേൺ എല്ലാം ഒരേ രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ ബാത്റൂം ഒന്ന് ചെക്ക് ചെയ്യാം. സെയിം പാറ്റേൺ തന്നെയാണ്. വാഷ് ബേസിൻ, മിറർ, ലൈറ്റ്, 2 ടാപ്പ്, ഷവർ കോക്ക്, റെയിൻ ഷവർ, ഹീറ്റിൻ്റെ പോയിന്റ് കൊടുക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. നല്ല സിംഗിൾ പീസ് ക്ലോസറ്റും വന്നിട്ടുണ്ട്. സെറയുടെ ഫിറ്റിങ്സ് തന്നെയാണ് എല്ലാം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൻ്റെ യൂട്ടിലിറ്റി ഏരിയയിലേക്ക് ഒന്ന് വരാം. നല്ല ക്വാളിറ്റി ഉള്ളൊരു യൂട്ടിലിറ്റി ഏരിയ ഇട്ടിട്ടുണ്ട്. അതും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു യൂട്ടിലിറ്റി ഏരിയ. ഇതിൻ്റെ ടൈലാണെങ്കിലും 2x2 മാറ്റ് ടൈലാണ് കൊടുത്തുള്ളത്. മേലെ ഫുള്ളായിട്ട് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്, കംപ്ലീറ്റ് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സൈഡിൽ നിന്ന് കാറ്റും മഴയും കയറാത്ത രീതിയിൽ തന്നെയാണ് ഫുള്ള് ഷീറ്റ് വർക്ക് ചെയ്തിട്ടുള്ളത്. ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകുന്ന എൻട്രൻസ് എല്ലാം സ്ക്വയർ ട്യൂബിൽ നീറ്റായിട്ട് പാനൽ ചെയ്തിട്ടുണ്ട്. പിന്നെ മേലെ നിന്ന് തുറക്കാവുന്ന രീതിയിൽ ഒരു ഡോറും കൊടുത്തിട്ടുണ്ട്. ഇവിടെയായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാം. അതിന് വാട്ടർ ലൈൻ, പവർ ലൈനൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അലക്കി വിരിച്ചിടാൻ ഇത് തന്നെ ധാരാളമാണ്. ഇത് പോരെങ്കിൽ നമുക്ക് മേലെ ഓപ്പൺ ടെറസ് ഏരിയയിലേക്ക് പോകാം. അത് ഷീറ്റ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ സ്പേസും കൂടി നമുക്ക് യൂസ്ഫുൾ ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ ബാൽക്കണിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ എല്ലാ കാഴ്ചയും കണ്ടു. ഇനി ഇതിൻ്റെ ഡീറ്റെയിലേക്ക് വരികയാണ്. കാക്കനാടിന് വളരെ അടുത്തായിട്ട് പള്ളിക്കര എന്ന് പറയുന്ന സ്ഥലത്താണ് നല്ലൊരു വില്ലയുടെ അകത്ത് കാമാൻ ക്വയറ്റ് ആയിട്ടുള്ള വീടിൻ്റെ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. 4 സെൻറ്റ് 100 ലിങ്ക്സ് ലാൻഡിൽ 1760 സ്ക്വയർ ഫീറ്റിൻ്റെ 3+ യൂട്ടിലിറ്റിയാണ്. ഇതിന് ചോദിക്കുന്ന വില 60 ലക്ഷം രൂപയാണ്. ചോദിക്കുന്ന വിലയാണ്, വില നെഗോഷ്യബിൾ ആണ്. എല്ലാ ബാങ്കിൽ നിന്നും ലോൺ സൗകര്യവും അവൈലബിൾ ആണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ഇത് കാണുവാനും ഇത് എടുക്കുന്നതിനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ട്. നമ്മുടെ സർവീസ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സൈറ്റ് വിസിറ്റ് മാത്രമല്ല, വീടെടുക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ പേപ്പർ വർക്കുകളും നിങ്ങളുടെ കൂടെ നിന്ന് ചെയ്തു തരുന്നതാണ്. അപ്പോൾ മടിക്കാതെ തന്നെ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ. നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.